അന്നത്തെ ആ കല്യാണം എന്ന് പറഞ്ഞാലേ വായും പേറും ഇല്ലാത്ത കുഴപ്പമായിരുന്നു. ഞാൻ കണ്ട അന്തം വിട്ടുപോയില്ലേ ലഡാക്കിലെ കല്യാണം. എന്തുവായിരുന്നത്? മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൻ മസാല, മസാല. എൻ്റെ പൊന്ന് ദൈവമേ, എനിക്ക് വല്ലതും ചിലുത്തു പോയി കണ്ട്. പിന്നെ പലഹാരങ്ങള് എന്തോന്ന് ചിക്കൻ, എനിക്ക് അറിഞ്ഞൂടാ. ചിക്കൻ കൊണ്ടുള്ള പലഹാരങ്ങൾ, വല്ലാത്ത പൂരി മസാല, ഒന്നും അറിഞ്ഞൂടാ എന്തൊക്കെയാണെന്നൊന്നും. അതെല്ലാം പോട്ട്. ഡാൻസും പാട്ടോ, ഗാനമേള, ഡാൻസ്, ഒപ്പന. ലഡാക്ക് ഒപ്പന കേട്ടിട്ടില്ലേ? ഡ്രസ് കാണണം, ഇവിടെ കൂടെ വാരി അവിടെ കൂടെ വാരി, എന്തൊക്കെയാണ്. പെണ്ണിന്റെ മുഖവും കണ്ണും മാത്രം കാണാം, ബാക്കിയൊക്കെ ആഭരണങ്ങൾ. അതൊന്നും ഞാൻ ജമന്തിയോട് പല പ്രാവശ്യം പറഞ്ഞിട്ട് നമുക്ക് പുട്ട് കൊടുക്കരുത്. അവളെ പുട്ടേ ഉണ്ടാക്കത്തുള്ളൂ ഇവിടെ. അമ്മ എന്നിട്ട് ഇവര് ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് എന്റെ പൊന്നെ ആഭരണം കാത് കാണത്തില്ല, കൈ കാണത്തില്ല, ആഭരണം തന്നെ എല്ലാത്തിലും കല്യാണത്തിന് വിശേഷമല്ലേ ഇടുന്നത്? എല്ലാം സ്വർണ്ണത്തിലാണ്. കഴുത്തിൽ അങ്ങോട്ടിട്ട് ഞാൻ പറഞ്ഞു, എടി കൊച്ചേ ഇങ്ങോട്ട് നോക്കന്നെ, അബിൽദാരനാ നിന്റെ വാപ്പയുടെ കൂട്ടുകാരന്റെ ഭാര്യയാണ്. അവളെങ്ങനെന്നറിയാമോ? അമ്മ ഇങ്ങനെ വിളിച്ചിട്ട് വെച്ചേ ഇങ്ങോട്ട് നോക്ക്, അഭിലാഷ വീട്ടുകാരന്റെ ഭാര്യ ഞാനെന്ന് പറഞ്ഞപ്പോ ആ കൊച്ചിങ്ങനെ കണ്ണു കണ്ടോടല്ലോ ഇങ്ങനെ നോക്കി. അപ്പൊ ശരീരം മുഴുവൻ ആഭരണമാണ്. അപ്പൊ ആ കൊച്ചിങ്ങനെ നിൽക്കുക, ആഭരണത്തിന്റെ വീട്ടിൽ കുടിഞ്ഞു പോയി. എല്ലാത്തിനും ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ ഒന്നും നോക്കി ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന് സത്യമാണ് ഞാൻ പറയാം. അല്ലമ്മ, ഇപ്പൊ ഇങ്ങനെ അവരൊക്കെ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ് നിൽക്കുമായിരുന്നല്ലോ, അമ്മ ആകെ ചീഞ്ഞു പോയിട്ടുണ്ടാവുമല്ലോ. എല്ലാരും കൂടെ പോകുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയല്ലേ? നീയെന്ന് പറഞ്ഞ് ജീവിക്കുന്ന പെൺകൊച്ച്, അതിനൊരു സാരി എടുത്ത് കൊടുത്തൂടെ? എനിക്ക് അറിയാത്തല്ലോ. ഈ കല്യാണത്തിന് നീ കഴിഞ്ഞ കല്യാണത്തിന് സാരി പിടിച്ചില്ലായിരുന്നേ? അതിട്ടില്ലേ? അപ്പൊ ഇതിൽ പെട്ടെന്ന് കുഴപ്പം ഈ പെണ്ണുങ്ങൾക്ക് എന്താ അമ്മ ഈ കുഴപ്പം? ഈ ഓരോ കല്യാണത്തിനും ഓരോ സാരി എടുക്കേണ്ട കാര്യമാണ്. എല്ലാവരും കാണൂല്ലേ കനക? ഒരു പ്രാവശ്യം എടുത്താൽ രണ്ടാമത് കൊടുക്കുമ്പോ അവര് കാണുവോ? ഞാൻ ആലോചിച്ചു വേറെ ഐഡിയ ഉണ്ടായിരുന്നു. എളുപ്പർക്ക് ഓരോ പർദ്ദ മേടിച്ചു കൊടുത്താലോ, ഓരോറ്റ കറുത്ത സാധനം മേടിച്ചു കൊടുത്താൽ പിന്നെ വേറെ ഒന്നും വിടണ്ട. കൊതിച്ചതല്ലേ? ഏതെങ്കിലും കളർ മതി. എനിക്കൊരു ഓറഞ്ച്. എങ്ങനെയാണ് അളിയ വേറൊരു ഗൗരവമുള്ളൊരു കാര്യം, എങ്ങനെയാ പോണത് എല്ലാരും കൂടെ? നമ്മളിപ്പോ ഇത്രയും പേരല്ലേ, എല്ലാവരും കൂടെ അന്തസ്സായിട്ട് അങ്ങ് പോവാം. ഒരുമിച്ച് പോണ്ടേ? വലിയ വണ്ടി വേണം, വലിയ വണ്ടി വേണം. ട്രാവലർ വിളിക്കാം. അതിന് ഈ പഞ്ചായത്ത് കൂടെ വരുന്നുണ്ടോ? താങ്ക്സ് സാറുണ്ടോ? നമ്മളിത് കുടുംബം, ഇത് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അതുപോലെ നീ വരുന്നില്ലല്ലോ. അല്ല ഞാൻ പിന്നെ വരാതെ പറയും, കുടുംബമായിട്ട് എല്ലാവരും കൂടെ ഒരു സന്തോഷമായിട്ട് വഴിക്ക് പോകുമ്പോൾ പിന്നെ ഞാനായിട്ട് മാറി നിന്നു, നിങ്ങൾക്ക് വിഷമമെന്നുണ്ട്. അവൾക്ക് ഇന്നലെ കരച്ചില് ഞാൻ വിളിച്ചില്ലെന്ന് എന്താ പരാതി എന്ന് പറഞ്ഞിട്ട് പോട്ടെ, നമ്മൾ ചേർക്കണല്ലേ. അവന് അതിന്റെ രീതികൾ അറിഞ്ഞൂടാ, കല്യാണം വിളിച്ച് പരിചയമില്ലല്ലോ. ഓടി തള്ളി പറഞ്ഞു, ഓടി ഉപ്പാടൊന്നും തിരക്കി പിടിക്കുക, കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ തിരക്കല്ലേ കളിയാ, അതുകൊണ്ടാ. അപ്പോൾ ട്രാവലർ ആകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നടുവേദനയ്ക്ക് ഒന്നൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. മനസ്സിലായില്ലേ? അതൊന്നും വേണ്ടേ, നമ്മൾ ഇത്ര പേരില്ല. പളിയ വരുന്നുണ്ടെങ്കിൽ എനിക്ക് നിർബന്ധമില്ല, വരുന്നുണ്ടെങ്കിൽ അളിയ വരുന്നില്ലെന്നാണ് പറഞ്ഞത്. നമുക്കൊരു ഇനോവ പിടിച്ചാൽ പോരെ? അമ്മ ഫ്രണ്ട് ഇരുന്നല്ലേ അല്ലേ? നല്ല AC ഒക്കെ ഇട്ട് ഇനോവ കയറണ്ടാ? നീ കേട്ടിട്ടില്ലേ? ഇനോവ കയറണം, നല്ല കിടിലം വണ്ടിയാണ്, നല്ല നീളം. അമ്മ എന്ന് വെച്ചാൽ ഞാൻ വണ്ടിയിൽ നമുക്ക് എത്ര ഇന്ത്യ മുഴുവനും കറയും, ലോകം മുഴുവൻ കറങ്ങിട്ട് ക്ഷീണം ഉണ്ടാവില്ല. ഭയങ്കര ഒരു സുഖമാണ് യാത്ര. അത് പിടിക്കാം. കാണാൻ ഭംഗി. ഇത്രയും പേര് പോണ്ടേ? ഇനോവ എന്ന് പറയുന്നത് കാറ് പോലിരിക്കണല്ലേ? ഒരു വണ്ടി കച്ചവടക്കാരന്റെ ഭാര്യ പറയണത്. ഞാൻ എത്ര പ്രാവശ്യം ഇനോവ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ അതെ, അങ്ങനത്തെ വണ്ടി ഉണ്ട്. ഇനോവ പിടിക്കണം, അതാണ് നല്ലത്. ഇനോവ ആകുമ്പോ നല്ലതാ. എന്നാ പിന്നെ ഇനോവ നമുക്ക് അറേഞ്ച് ചെയ്യണം. അതങ്ങ് ഫിക്സ് ചെയ്യാം. എന്നാ പിന്നെ വിളിക്കാം, വണ്ടി വിളിക്കാം, ഞാൻ ഏർപ്പാട് ചെയ്യാം. അല്ലല്ല, അതൊക്കെ ഞാൻ ഇടപാട് ചെയ്തിട്ടുണ്ട്. ഇനോവ ഞാൻ ഇടപാട് ചെയ്ത് കഴിഞ്ഞു. എന്റെ ഒരു സുഹൃത്തുണ്ട്, അവനെ വിളിച്ച് പറഞ്ഞു. പിന്നെ കുഴപ്പമില്ല. അതിനിപ്പോ അതിന്റെ കാര്യത്തിൽ ഡ്രൈവർ വരുമോ? അതോ അത് ഓക്കെ ആണല്ലോ അല്ലേ? അവന്റെ ഒരു ആൾ വരും. അത് ഓക്കെ ആണോ? മറ്റേ കാര്യത്തിനും കൂടി ഒരു തീരുമാനം എടുത്താ ഇന്നോവ എന്ന് പറയുമ്പോ അളിയൻ പറഞ്ഞ AC ഒക്കെ ഉള്ള എല്ലാം പടങ്ങളും. ഇനോവ, പുതിയ ഇനോവയിൽ AC ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അത് അല്ല, അത് ഈ മോഡൽ കൂടിയ വണ്ടി തന്നെയാണ്.
എൻ്റെ കിടക്കുന്ന വണ്ടി പരിചയത്തിലുള്ളത് നല്ല പുതിയ ഇന്നോവയാണ്. അതാ മോഡലിന് എന്ത് കുഴപ്പം? ഒരുപാട് പഴക്കമുള്ള വണ്ടിയല്ല, നല്ല വണ്ടിയാ, അത്യാവശ്യം നല്ല കിടിലൻ വണ്ടി. അല്ലേ? നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് സന്തോഷത്തോടെ അങ്ങ് പോവാം. ഓക്കെ ആണ് അല്ലേ? Alien versus Alien.